നമസ്കാരം, ഞാൻ റിനോ സാക് വടക്കത്ര. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. റാന്നിയിൽ 155 വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾ. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി MP വീരേന്ദ്രകുമാറിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. തിരുവനന്തപുരത്ത് UDF സ്ഥാനാർത്ഥി ശശി തരൂർ ചട്ടലംഘനം നടത്തിയതായും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. RD ഏജന്റ് നിക്ഷേപകരുടെ പണവുമായി മുങ്ങിയെന്ന് ആരോപണം. റാന്നി നെല്ലിക്കമൺ ED പോസ്റ്റ് ഓഫീസിലെ RD ഏജന്റാണ് മുങ്ങിയത്. റാന്നി അങ്ങാടി വളകുടികാവ് ആറുപങ്കുമലയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം. അധികൃതരുടെ അവഗണനയിൽ ശക്തമായ പ്രതിഷേധം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. മുന്നണികളെല്ലാം അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. റാന്നി നിയോജക മണ്ഡലത്തിൽ 155 വോട്ടെടുപ്പ് കേന്ദ്രങ്ങളാണ് ഉള്ളത്. ഏറെ പുതുമയുള്ള ക്രമീകരണങ്ങളാണ് ഇക്കുറി വോട്ടർമാർക്കായി ഒരുക്കിയിരിക്കുന്നത്. ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സമാപനം കുറിച്ച ശേഷം ഇന്ന് ഒരു ദിവസത്തെ വിശ്രമം. നാളെ 10-ാം തീയതി വ്യാഴാഴ്ച വിധിയെഴുത്തിനുള്ള ദിവസമാണ്. വിധിയെഴുത്തിന് മുന്നോടിയായി അവസാനവട്ട തയ്യാറെടുപ്പിലാണ് UDFും LDFും BJPയും. എല്ലാ ക്യാമ്പുകളിലും കൂട്ടലും ഗുണിക്കലും കുറയ്ക്കലും ഹരിക്കലുമൊക്കെ തകൃതിയായി നടക്കുകയാണ്. വീടാന്തരം കയറി അഭ്യർത്ഥനയും സ്ലിപ്പുകളും മാതൃകാ ബാലറ്റുമൊക്കെ നൽകി തങ്ങളുടെ ഭാഗത്തേക്കുള്ള വോട്ടുറപ്പിക്കുവാനും അവസാനവട്ട കണക്കെടുപ്പിലുമാണ് റാന്നിയിൽ LDF, UDF, BJP പ്രവർത്തകർ. എല്ലാവരിലും നല്ല ആത്മവിശ്വാസമാണ് നിഴലിക്കുന്നത്. അത് വോട്ടെടുപ്പിന്റെ അവസാന നിമിഷം വരെ ചോരാതെ നോക്കാനും ഓരോ പാർട്ടിക്കാരും ശ്രദ്ധാലുക്കളുമാണ്. റാന്നി നിയോജക മണ്ഡലത്തിൽ 155 വോട്ടെടുപ്പ് കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. മൊത്തം 1,80,646 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. റാന്നി സെന്റ് തോമസ് കോളേജിൽ പോലീസ് കാവലിൽ സൂക്ഷിച്ചിരുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾ 155 വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ എത്തിച്ചു. ഒരു പോളിംഗ് ബൂത്തിൽ ഒരു പ്രിസൈഡിംഗ് ഓഫീസറും 3 പോളിംഗ് ഓഫീസർമാരുമാണ് ഡ്യൂട്ടിക്കുണ്ടാവുക. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾക്കുമുണ്ട് ഏറെ പുതുമ. വോട്ടർമാർക്ക് ദാഹജലം ക്രമീകരിക്കും. പ്രായമായവർക്ക് കയറിയിറങ്ങുന്നതിന് റാമ്പ് നിർമ്മിച്ചിട്ടുണ്ട്. ശൗചാലയവും ഓരോ ബൂത്തുകളിലും ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ വെയിലോ മഴയോ ഏൽക്കാതിരിക്കാൻ ബൂത്തുകൾക്ക് മുമ്പിൽ പന്തലിട്ട് പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. വോട്ടിങ്ങിന് മുമ്പായി സുരക്ഷാ ക്രമീകരണങ്ങൾ കുറ്റമറ്റതാക്കാൻ പോലീസ് സേന ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നുണ്ട്. നാളത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥികളുടെ ഉള്ളിലെ തീയൊന്നണയണമെങ്കിൽ 1 മാസം കൂടി കാത്തിരിക്കേണ്ടി വരും. സിറ്റി ന്യൂസ്, റാന്നി. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി MP വീരേന്ദ്രകുമാറിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. പണവും സ്വർണ്ണമോതിരവും നൽകി വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന പരാതിയിലാണ് വിശദീകരണം തേടിയത്. BJP സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. മാതൃഭൂമി ദിനപത്രത്തിൽ UDF സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി വന്ന വാർത്തകൾ സ്ഥാനാർത്ഥിയുടെ ചെലവിൽ ഉൾപ്പെടുത്തണമെന്നും പരാതിയിൽ ശോഭ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ പാസ്റ്റർമാരോട് നടത്തിയ ആഹ്വാനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നളിനി നെറ്റോ പറഞ്ഞു. പാസ്റ്റർമാരുടെ യോഗം വിളിച്ചു ചേർത്തത് വിശ്വാസികളോട് തനിക്ക് വോട്ട് ചെയ്യണമെന്ന് തരൂർ ആവശ്യപ്പെട്ടെന്ന വാർത്ത പുറത്തുവന്നതിനെ തുടർന്ന് ഇടതുമുന്നണിയും BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. പരാതി സ്വീകരിച്ച കമ്മീഷൻ മേൽ നടപടികൾക്കായി ജില്ലാ കളക്ടർക്ക് കൈമാറി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം ലംഘിച്ചതിന് കേസെടുക്കുവാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും നളിനി നെറ്റോ പറഞ്ഞു. റാന്നി ചെട്ടിമുക്ക് ഹോളി ട്രിനിറ്റി ആശ്രമത്തിൽ 40-ാം വെള്ളി മുതൽ ഉയർപ്പ് ഞായർ വരെ ശുശ്രൂഷകൾ ഉണ്ടായിരിക്കുന്നതാണെന്ന് ആശ്രമത്തിൽ നിന്നും അറിയിച്ചു. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9477765036. വാർത്തകൾ തുടരുന്നു. RD ഏജന്റ് നിക്ഷേപകരുടെ പണവുമായി മുങ്ങിയെന്ന് ആരോപണം. റാന്നി നെല്ലിക്കമൺ പോസ്റ്റ് ഓഫീസിലെ RD ഏജന്റും ഭർത്താവുമാണ് പണവുമായി മുങ്ങിയതെന്ന് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്.
RD ഏജന്റ് 10,000ങ്ങളുമായി മുങ്ങിയതായി ആക്ഷേപം. നെല്ലിക്കാമൺ ED പോസ്റ്റ് ഓഫീസിലെ RD ഏജന്റ് സേതുവെന്ന് വിളിക്കുന്ന യുവതിയും ഭർത്താവ് ടോണിയുമാണ് നിക്ഷേപകരെ കളിപ്പിച്ച് പണവുമായി മുങ്ങിയത്. നെല്ലിക്കാമണ്ണിൽ തെക്കുംകോവിൽ രാമകൃഷ്ണന്റെയും സതിയമ്മാളിന്റെയും ആദ്യ തുകയുമായാണ് ഇരുവരും മുങ്ങിയത്. മകൻ ബൈജു കൃഷ്ണന്റെ പേരിൽ മാസം തോറും 470 രൂപ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിൽ RD ഏജന്റായ സേതു മുഖേന നെല്ലിക്കാമൺ പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കുന്നുണ്ടായിരുന്നു. 2010 ഏപ്രിൽ 15-നാണ് രാമകൃഷ്ണൻ മകന്റെ പേരിൽ ആദ്യ അടവായ 470 രൂപ ഒടുക്കിയത്. തുടർന്ന് 2014 ജൂലൈ മാസം വരെയുള്ള 24,440 രൂപ രാമകൃഷ്ണൻ അടച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നെല്ലിക്കാമൺ പോസ്റ്റ് ഓഫീസിൽ പാസ്ബുക്കുമായി തുക ഒത്തുനോക്കാൻ ചെന്നപ്പോഴാണ് അക്കൗണ്ടിൽ 7,440 രൂപ മാത്രമാണ് ഉള്ളതെന്നറിയുന്നത്. തുടർന്ന് രാമകൃഷ്ണൻ റാന്നി ഹെഡ് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടതിന്റെ വെളിച്ചത്തിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ നെല്ലിക്കാമൺ പോസ്റ്റ് ഓഫീസിലെത്തി പരിശോധന നടത്തി. 16 വർഷത്തേക്ക് മക്കളുടെ പേരിൽ ഇട്ട പൈസ ഇപ്പൊ ഇവിടെ വന്ന് നോക്കിയപ്പോൾ പകുതി പൈസ പോലും ഇല്ല, ബാക്കി ഏജന്റ് കൊണ്ടുപോയി. അങ്ങനെ പലർക്കും ഇവരുടെ എല്ലാം നഷ്ടപ്പെട്ട പൈസ 23,000 അടച്ചതിൽ 16 ഉള്ളൂ, 17 ഇല്ല, ബാക്കിയുണ്ട്. ഓരോ മാസം അടയ്ക്കുന്നതിന്റെ തെളിവുണ്ടോ? എല്ലാം ഉണ്ട്. എങ്ങനെയാ തെളിവ്? രസീതുണ്ട്. തരുന്നു. ഈ പോസ്റ്റ് ഓഫീസിൽ പൈസ വന്നപ്പോൾ ജൂലൈ വരെ അടച്ചു വന്നപ്പോൾ പ്രശ്നമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അവിടെ ഹെഡ് ഓഫീസിൽ ചെന്നിരിക്കുമ്പോൾ പ്രശ്നമുണ്ട്, വരാൻ പറഞ്ഞു. ഞാൻ ഇത്ര അങ്ങനെ കാശ് മേടിച്ചു. രസീത് എൻ്റെ കയ്യിലുണ്ട്. ആ ഏജന്റ് കാശ് പോസ്റ്റ് ഓഫീസിൽ അടച്ചാൽ പോസ്റ്റ് ഓഫീസിൽ അടച്ചാൽ അപ്പോൾ ഈ ഏജന്റ് മേടിച്ചിട്ട് അവരൊക്കെ നടക്കുന്നത്. ഏജന്റിൻ്റെ വൈഫ് ഒരു കൃത്രിമം കാണിച്ചു. തുടർന്നാണ് നെല്ലിക്കാമൺ തെക്കുംകോവിലിലെ സതിയമ്മാളിന്റെയും അക്കൗണ്ടിൽ അടച്ച പണം തിരിമറി നടത്തിയതായി തെളിഞ്ഞത്. 2012-ലാണ് സതിയമ്മാൾ പോസ്റ്റ് ഓഫീസിൽ റിക്കറിംഗ് ഡിപ്പോസിറ്റ് ആരംഭിക്കുന്നത്. സേതു തന്നെയായിരുന്നു ഏജന്റ്. രാമകൃഷ്ണൻ കബളിക്കപ്പെട്ട വാർത്ത അറിഞ്ഞതോടെയാണ് സതിയമ്മാളും പോസ്റ്റ് ഓഫീസിലെത്തി അന്വേഷിച്ചത്. അപ്പോൾ മാത്രമാണ് താനും കബളിക്കപ്പെട്ടതായി സതിയമ്മാൾ മനസ്സിലാക്കുന്നത്. പറഞ്ഞപ്പോഴാണ് ഞാനും പോയത്. അങ്ങാടി പോസ്റ്റ് ഓഫീസിൽ ചെന്നു. അവിടെ ചെന്ന് അവർ കമ്പ്യൂട്ടർ നോക്കേണ്ടി പറഞ്ഞു, അവിടെ ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അക്കാരെ പോസ്റ്റ് ഓഫീസിൽ പോയി. സാറന്മാർ പറഞ്ഞു ഞങ്ങളുടെ ബുക്കിൽ ഞങ്ങളുടെ 2 പേരുടെ ബുക്ക് അവിടെ മേടിച്ച് വെച്ചിട്ട് ഇന്ന് ഇവിടെ വരാൻ പറഞ്ഞു. എന്നോട് മേടിച്ച് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് 12,000 വെച്ചതിൽ 3,000 വന്നിട്ടുള്ളൂ, 9,000 ഇല്ല. ഇതെവിടെയുണ്ട് അടച്ചോണ്ടിരുന്നത്? ഇവിടെ പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കും. ആരെ മേടിച്ചോണ്ടിരുന്നത്? ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടോ? ഇപ്പൊ ഇത് പുതിയ മാഷം, മറ്റേ നേരത്തെ ഇരുന്നവരാണ് മേടിച്ചത്. ഇവർക്ക് അടച്ച തുക മുഴുവനായും നഷ്ടപ്പെട്ടതായിട്ടാണ് അറിവ്. രാമകൃഷ്ണൻ ചേർന്നിരിക്കുന്നത് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിലാണ്. 16 വർഷത്തെ കാലാവധിയാണ് ഈ സ്കീമിനുള്ളത്. കാലാവധി പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് 2 ലക്ഷം രൂപ ഉപഭോക്താവിന് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു സ്കീമാണിത്. തട്ടിപ്പ് വാർത്ത പുറത്തു വന്നതോടെ പോസ്റ്റ് ഓഫീസിലേക്ക് നിക്ഷേപകരുടെ അന്വേഷണങ്ങളാണ്. ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി മറുപടി നൽകാനില്ലായിരുന്നു. ആൾക്കാരുടെ പണം ഒരു കാരണവശാലും നഷ്ടപ്പെടില്ല എന്ന് മാത്രമാണ് അവർ പറയുന്നത്. അതൊന്നും ചെവിക്കൊള്ളുവാൻ ജനങ്ങൾ തയ്യാറായതുമില്ല. സമാനമായ തട്ടിപ്പ് നാടിൻ്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമെന്ന നിലയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് പോസ്റ്റ് ഓഫീസിനോടുള്ളത്. പൈസ ഇടാൻ പറഞ്ഞു ഓരോരുത്തർ ഒരു സാറേ നിങ്ങളൊന്നും ഇത്രയും പൈസ ഇടുന്നു ഞങ്ങൾ കൊണ്ടിടും. ഇതിപ്പോൾ ഈ കസേര ഇരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ റെസ്പെക്റ്റഡ് ഫെലോ എന്ന് കേട്ടാൽ ഞങ്ങൾ നമുക്ക് പറ്റും. ഇത് പോസ്റ്റ് ഏജന്റ് ആണെന്നോ ഗവൺമെൻറ് നമുക്കറിയത്തില്ല. അത് പോയി കഴിയുമ്പോൾ ഇങ്ങനെ വേറെ മനസ്സിലാകുന്നത്. സത്യസന്ധരായ ജോലി നോക്കി കുടുംബം പോറ്റുന്ന നല്ലവരായ RD ഏജന്റുമാരുടെ സത്യസന്ധതയും ആത്മാർത്ഥതയുമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇതുപോലെയുള്ള തട്ടിപ്പ് സംഘങ്ങൾ കാരണം നല്ലവരായ സത്യസന്ധരായ RD ഏജന്റുമാരുടെ ആത്മാർത്ഥതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. സിറ്റി ന്യൂസ്, റാന്നി. ആത്മഹത്യാ ഭീഷണി മുഴക്കി കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷന് മുമ്പിലെ വലിയ ചൂളമരത്തിൽ കയറിയിരുന്ന ആളെ താഴെയിറക്കി. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഇയാൾക്ക് റേഷൻ കാർഡ് ലഭിക്കാത്തതിലുള്ള കാലതാമസം നേരിടുന്നതിൽ മനംനൊന്താണ് ആത്മഹത്യ ചെയ്യുവാൻ മരത്തിൽ കയറിയത്. കാഞ്ഞിരപ്പള്ളിയിൽ ചൂളമരത്തിൽ കയറി ആത്മഹത്യക്ക് ശ്രമിച്ച രാജുവിന്റെ നടപടി അവഗണനയിൽ മനംനൊന്താണ്. ആദിവാസിയായ രാജു മറ്റുള്ളവരുമായി കൂടുതൽ ഇടപഴകാറില്ല. സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങി പരിചയമില്ലാത്ത ഇയാൾ റേഷൻ കാർഡിനായി സപ്ലൈ ഓഫീസിൽ കയറിയതോടെ ആകെ നിരാശനാവുകയായിരുന്നു. മുരിങ്ങരിങ്ങാട്ട് റേഷൻ കാർഡിനായി കാഞ്ഞിരപ്പള്ളി സപ്ലൈ ഓഫീസിൽ നിന്ന് വേറെ കാർഡിൽ തന്റെ പേരിലെന്ന സർട്ടിഫിക്കറ്റിനായി സമീപിച്ചിരുന്നു. എന്നാൽ ഇത് കിട്ടാതെ വന്നതോടെയാണ് കാഞ്ഞിരപ്പള്ളിയിൽ തന്നെയുള്ള മരത്തിൽ ഇയാൾ കയറിയത്. സർക്കാരിൽ നിന്ന് നീതി കിട്ടാതെ വരുമ്പോൾ മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന രാജുവിന്റെ സമരം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. 10 വർഷം മുമ്പ് പാലത്തിൽ നിന്ന് വീണ ദേഹമാസകലം ഒടിഞ്ഞ സമയത്ത് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം കിട്ടാതെ വന്നപ്പോൾ മുള്ളരിങ്ങാട്ട് രാജു ഇത്തരത്തിൽ സമരം ചെയ്തിരുന്നതായി മകൻ ശ്യാം പറഞ്ഞു. ടെൻഷൻ താങ്ങാതെ വന്നതാണ് ഇങ്ങനെ സംഭവിക്കുവാൻ കാരണം. തിരിച്ചറിയൽ കാർഡും ആധാർ കാർഡുമുള്ള അച്ഛനെ ഓരോരോ രേഖകൾക്കായി ഓടിക്കുകയായിരുന്നുവെന്നും മകൻ പറഞ്ഞു.
ഇതിന്റെ മനോവിഷമമാണ് ആത്മഹത്യാ ഭീഷണിക്ക് കാരണമായത്. 26 വർഷത്തോളമായി രാജുവും കുടുംബവും മുള്ളരിങ്ങാട്ടാണ് താമസം. വല്ലപ്പോഴും മാത്രമാണ് മുണ്ടക്കയത്തിന് വരാറുള്ളത്. റേഷൻ കാർഡിന്റെ ആവശ്യത്തിനായാണ് ഇയാൾ കഴിഞ്ഞ നാളുകളിൽ ഇവിടെ എത്തിയത്. പ്രമേഹരോഗിയായ രാജു പുറത്ത് പണിക്ക് പോകുന്നത് കുറവാണ്. ഭാര്യ ഗിരിജ തൊഴിലുറപ്പ് പണിക്ക് പോകാറുമുണ്ട്. മറ്റ് വരുമാനങ്ങളില്ലാതെ രാജു എറണാകുളത്ത് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന മകന്റെയും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുടെയും വിദ്യാഭ്യാസത്തിനായി സാമ്പത്തിക ഞെരുക്കത്തിലുമായിരുന്നു. സംഭവം ഇത്തരത്തിലാകുമെന്ന് രാജു കരുതിയിരുന്നില്ലെന്ന് ശ്യാം പറഞ്ഞു. ജനറൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത രാജുവിന് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചു. ക്ഷീണിതനായതിനാൽ വീണ്ടും ജനറൽ ആശുപത്രിയിലാക്കി. തന്റെ റേഷൻ കാർഡിനായി ഇനിയും നാളുകൾ വേണ്ടിവരുമോ എന്ന ആശങ്കയിലാണ് രാജു. ഇടവേള. Perfect Diagnostic Center on Main Road, Perumpara, Rani. Branch at Central Junction, Vadasherikara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. ടൂറിസ്റ്റ് ബസ്സിൽ കഞ്ചാവ് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച വിദ്യാർത്ഥികൾ പോലീസ് പിടിയിലായി. ആലുവയിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനും പഠിക്കുന്ന 21നും 25നും മധ്യേ വയസ്സ് പ്രായമുള്ള വിദ്യാർത്ഥികളാണ് ഹൈവേ പോലീസിന്റെ പിടിയിലായത്. മൂന്നാറിലേക്ക് വിനോദയാത്രയ്ക്ക് പോയി മടങ്ങിയ വിദ്യാർത്ഥികളായിരുന്നു ഇവർ. ടൂറിസ്റ്റ് ബസ്സിൽ കഞ്ചാവുമായി എത്തിയ 7 വിദ്യാർത്ഥികളാണ് പോലീസിന്റെ പിടിയിലായത്. ആലുവയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദാനന്തര കോഴ്സുകളിൽ പഠിക്കുന്ന ആലുവ, കൊല്ലം സ്വദേശികളാണ് പിടിയിലായത്. മിക്കവർക്കും 21 വയസ്സ് പ്രായമാണ് ഉള്ളത്. ആലുവയിൽ നിന്നും മൂന്നാറിന് വിനോദത്തിന് പോയി തിരിച്ച് കോട്ടയത്തിന് വരുന്നതിനിടെ മുണ്ടക്കയത്തും കാഞ്ഞിരപ്പള്ളിയിലും പോലീസ് കൈകാണിച്ചിട്ട് നിർത്താതെ പോന്ന വിവരമറിഞ്ഞ ഹൈവേ പോലീസ് ഇന്ന് പുലർച്ചെ 2:30 KVMS ജംഗ്ഷനിൽ റോഡ് വിലങ്ങിയാണ് ടൂറിസ്റ്റ് ബസ് പിടിച്ചെടുത്തത്. ആലുവ സ്വദേശികളായ മുട്ടമേൽ ഷജീർ, വോളിയിൽ അരുൺ, മണവലയിൽ അബ്ദുൽ മനാഫ്, കുമരാങ്കാത്ത റോജി, ചെമ്പിൽ അജ്മൽ, കരുനാഗപ്പള്ളി സ്വദേശിയായ അൽഫിയ മൻസിൽ ദഹബ് മുഹമ്മദ്, വല്യത്ത് ആഷിസ് എന്നിവരാണ് അറസ്റ്റിലായത്. 700 ഗ്രാമോളം കഞ്ചാവ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. ഇത് നെടുങ്കണ്ടത്ത് നിന്ന് വാങ്ങിയതാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പോലീസ് വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തു വരുന്നു. ഹൈവേ SI ജോസ് സെബാസ്റ്റ്യൻ, പോലീസുകാരായ ബിനോജ്, അജി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടി പൊൻകുന്നം പോലീസിന് കൈമാറിയത്. റാന്നിയങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ വളകുടികാവ് ആറുപങ്കമല ഭാഗത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാൻ സ്ഥാപിച്ച കുഴൽക്കിണറിന്റെ പ്രവർത്തനം ഉദ്ഘാടനത്തിന്റെ അടുത്ത നിമിഷം തന്നെ നിലച്ചതാണ്. 1000-വും 5000-വും രൂപ മുടക്കി ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ സ്ഥലവാസികൾ. അങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെട്ട വളകുടികാവ് ആറുപങ്കമല ഭാഗത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുമ്പോഴും ബന്ധപ്പെട്ട ഭരണാധികാരികൾ ഈ വഴി തിരിഞ്ഞു നോക്കുകയോ നാട്ടുകാരുടെ പരാതി ചെവിക്കൊള്ളുവാനോ തയ്യാറാവുന്നില്ലെന്ന് ആക്ഷേപമുയരുന്നു. അങ്ങാടി പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലൊന്നാണ് വളകുടികാവ് ആറുപങ്കമല ഭാഗം. ഇവിടെ ഏതാണ്ട് 50ഓളം വീട്ടുകാർ താമസിക്കുന്നുണ്ട്. ഡിസംബർ അവസാനത്തോടെ ഈ ഭാഗങ്ങളിലെ കിണറുകളിലെ വെള്ളം വറ്റിയതാണ്. തുടർന്ന് ആഴ്ചയിൽ 1000-വും 5000-വും രൂപ മുടക്കി ടാങ്കറുകളിലാണ് വെള്ളം എത്തിക്കുന്നത്. നാട്ടുകാരുടെ നിരന്തരമായ ആവലാതികളെ തുടർന്ന് ഇവിടെ റാന്നി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഒരു കുഴൽക്കിണർ സ്ഥാപിച്ചു. 250 അടിയായിരുന്നു കണക്ക്. 160 അടിക്ക് വെള്ളം കണ്ടു. എന്നാൽ 140 അടിക്ക് മാത്രമാണ് പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. വെള്ളം പമ്പ് ചെയ്യാൻ ഇവിടെ ഹാൻഡ് പൈപ്പും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആറുപങ്ക് ഭാഗത്തെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരവും കണ്ട് കെങ്കേമമായി ഉദ്ഘാടനവും നടത്തി പായസ വിതരണവും നടത്തിയ ശേഷം കൈവീശി കാണിച്ച് ജനപ്രതിനിധികൾ സ്വന്തം കൂര പറ്റി. പക്ഷേ അതിനു മുമ്പ് തന്നെ മുകളിലേക്ക് ഉയർന്നു വന്ന ഭൂഗർഭജലം ഭൂമിക്കടിയിലേക്ക് ഉൾവലിഞ്ഞു. പിന്നീട് ഇന്നുവരെ ഈ കുഴൽക്കിണറിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് വന്നിട്ടില്ല. ഇത് ഉദ്ഘാടനം ചെയ്ത് എല്ലാവർക്കും വെള്ളം കൊടുത്തതിന്റെ പേരിൽ പായസവും കൂടെ കൊടുത്തു. ആ പായസം കുടിച്ചിട്ട് പോലും ഞങ്ങൾ വന്ന് പിടിച്ചിട്ട് വെള്ളമില്ല. 5 വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടിയാണ് ഇത് ചെയ്തത്. പക്ഷെ 5 മണിക്കൂർ പോലും ഈ വെള്ളം നിന്നിട്ടില്ല.
പരാതി പറയാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിച്ചെങ്കിലും നിഷേധാത്മകമായ സമീപനമാണ് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന് സ്ഥലവാസിയായ വിനിൽ പറഞ്ഞു. ഞങ്ങൾ പല പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു. ഈ പ്രസിഡന്റ് തന്നെയാണ് ഈ വാർഡിന്റെ മെമ്പർ. അവരതിനൊരു നിലപാട് അതിനു വേണ്ടിയുള്ള ഒരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നും രാവിലെ വിളിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് അവർ ഇലക്ഷൻ ഡ്യൂട്ടിയിലാണ് ഇതിന്റെ ഓപ്പറേറ്റ് ചെയ്തവർ, അതുകൊണ്ട് ആവശ്യമില്ല, അത് തിങ്കളാഴ്ച വന്ന് ചെയ്യാമെന്ന്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നവരെങ്കിലും പറഞ്ഞു വിട്ടാൽ മതി. പക്ഷേ അതവർ ചെയ്തിട്ടില്ല. ഇതെല്ലാം ഈ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയുടെ ഒരു കാര്യമാണ്. ഇത് ഇവര് സ്ഥാനം നിലനിർത്താൻ വേണ്ടി പാവങ്ങളുടെ മണ്ടയിൽ ഇത് കൊണ്ട് അടിച്ച് ഏൽപ്പിച്ച് ഇങ്ങനെ ഒരു സ്റ്റാച്യു പോലെ ഈ കുഴൽക്കിണർ ഇവിടെ കാണാൻ വേണ്ടിയാണോ ഞങ്ങൾക്ക് ഉപയോഗിക്കണം? ഇതുതന്നെയാണ് CM ജോസഫും അന്നമ്മ ജോണും ബീനയ്ക്കും പറയാനുണ്ടായിരുന്നത്. മഴക്കാലമായാലേ കിണറില്ലാത്തവരുണ്ട്. അപ്പം അവർക്ക് കുടിവെള്ളം എന്ന് പറയുന്നത് ഇതേ ഇപ്പം നമുക്ക് ആശ്രയമായിട്ടുള്ളത്. അപ്പോൾ ഈ കിണർ കുടിച്ച് 10-20 ദിവസം കഴിഞ്ഞാൽ ഇത് വിരിയത്തേക്ക് തന്നെ സാധനം നോക്കാം. ഇത് ഏതോ ആഗ്രസാധനം കൊണ്ടാണ് വിരിയത്തേക്കുന്നത്. നമ്മളെ ഒരു കുഴൽക്കിണറിൻ്റെ ഇത് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു മാസമെങ്കിലും നിൽക്കണ്ടേ? ആര് വന്നാലും ഞങ്ങൾ പറയും സാറേ, ഞങ്ങൾക്ക് അതിന് മടിയില്ല. എന്ന് വെച്ചാൽ വെള്ളം കോരുന്നവർക്ക് അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. കുഴി ചെന്ന് വെള്ളം കോരിക്കണം, ഒരു തലം വെള്ളം ഇവിടെ വേണം ചങ്ക് വാതുറക്കുക. ഞങ്ങൾക്ക് ഇവിടെ ഒറ്റക്കാലം വെള്ളം കിട്ടിയ ഞങ്ങൾക്ക് അത് ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ ഞങ്ങളിരിക്കുക. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് രാഷ്ട്രീയ കക്ഷികൾക്ക് തങ്ങളെ ആവശ്യമുള്ളത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആറുപങ്ക് മലഭാഗത്തെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് മോഹന വാഗ്ദാനം നൽകിയിരുന്നവർ പിന്നീട് ഈ വഴി തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ഇവർ രോഷാകുലരായി പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഓരോ കുടുംബവും ഒരാഴ്ച 500 രൂപ കൊടുത്ത് 1000 ലിറ്റർ വെള്ളം വാങ്ങിക്കുന്നത്. അതിനിവരൊരു പരിഹാരം കാണാൻ വേണ്ടി ഇതാണോ ഞങ്ങളുടെ മണ്ടയിൽ അടിച്ച് കണ്ണിപ്പൊടി വാരിയിട്ടിട്ടാണോ ഞങ്ങളുടെ വോട്ട് പിടിക്കുന്നത്? ഇതൊക്കെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ആയിത്തീരുകയുള്ളൂ. ഇതിനകത്തുനിന്ന് യാതൊരു വോട്ടും കിട്ടത്തില്ല. ഇത് വോട്ട് ബാങ്ക് അന്നും കണ്ടാണോ ഈ മലയിൽ കയറി ഈ ഒരു പരിപാടി ചെയ്തിട്ട് ഞങ്ങളുടെ വോട്ട് വാങ്ങിക്കാൻ നോക്കുന്നത്? ഒരിക്കലും ഞങ്ങൾ അതിനോട് നീതി പുലർത്തും. ഞങ്ങൾ ഒത്തിരി സഹിച്ചു. തങ്ങൾക്ക് ഒരു രാഷ്ട്രീയ കക്ഷികളുമായി യാതൊരു ബന്ധവുമില്ല. നാടിന്റെ വികസനത്തിൽ രാഷ്ട്രീയം കലർത്തുന്നതിനോട് തങ്ങൾക്ക് ഒരിക്കലും യോജിക്കാനാവുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. വാർഡ് മെമ്പർ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം വാർഡിലെ ജനങ്ങളോട് തികഞ്ഞ അവഗണനയാണ് കാട്ടുന്നതെന്ന ആക്ഷേപം ശക്തമായി ഇവിടെ നിലനിൽക്കുകയാണ്. ഈ പ്രസിഡന്റിനെ ഒത്തിരി സഹിച്ചു. അതിന് യാതൊരു വ്യത്യാസവും ഇവർ വരുത്തിയിട്ടില്ല. ഈ മെമ്പറോടും പ്രസിഡന്റോടും അനുഭാവമുള്ളവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നു. ഇവിടെ ബിരുദാനന്ദ ബിരുദുകാരൊന്നുമില്ല. പക്ഷെ ഒരു പിയൂൺ തസ്തികയിലെങ്കിലും ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ഇവർ ഉൾപ്പെടുത്തിയിട്ടില്ല. അത്രമാത്രം വികാരം ഞങ്ങൾക്കുണ്ട് ഈ നാടിന്. സഭയെന്ന് അവര് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ പ്രസിഡന്റ് മേഴ്സിയോട് പറഞ്ഞിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അങ്ങാടി പഞ്ചായത്തിൽ വഴിവിളക്കുകളില്ലാത്ത ഏക പ്രദേശം ആറുപങ്ക് മലഭാഗമാണെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. വളകൊടികാവിൽ നിന്നും സന്ധ്യമയങ്ങി കഴിഞ്ഞാൽ ഇവിടേക്കുള്ള യാത്ര ദുഷ്കരമാണ്. ഇതെല്ലാം നിത്യേന കാണുന്ന ആളുകൂടിയാണ് വാർഡ് മെമ്പർ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നാണ് ഇവരുടെ ആക്ഷേപം. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇവിടുത്തെ വലിയ വലിയ കൊത്തുക മുതലാളിമാരുടെ മുറ്റത്താണ് ഇവർ കൊണ്ടുവന്ന് സ്ട്രീറ്റ് ലൈറ്റ് വരെ പിടിപ്പിക്കുന്നത്. പാവങ്ങളുടെ ഈ ഏരിയയിലോട്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇവർ പിടിപ്പിച്ചിട്ടില്ല. വളകൊടികാവിൽ നിന്നും ആറുപങ്കമലയിലേക്കുള്ള റോഡിന്റെ കോൺക്രീറ്റിൽ വൻ അഴിമതി നടന്നതായും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പാണ് ഇവിടെ ഉദ്ദേശം 50 മീറ്ററോളം വരുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്തത്. കോൺക്രീറ്റ് ചെയ്തിട്ട് പോയതല്ലാതെ അതിനുമേലെ വെള്ളമൊഴിക്കുവാൻ കരാറുകാരൻ തയ്യാറായതുമില്ല. അതിനെ തുടർന്ന് പുതിയതായി കോൺക്രീറ്റ് ചെയ്ത റോഡിൽ വിള്ളൽ വീണിരിക്കുകയാണ്. 2 ഇഞ്ച് മെറ്റലിന്റെ മുകളിൽ 3/4 ഇഞ്ച് മെറ്റലിട്ട് വേണം കോൺക്രീറ്റ് ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ 3/4 ഇഞ്ചിന് മെറ്റൽ മാത്രമാണ് കോൺക്രീറ്റിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു റോഡ് 2 മീറ്റർ റോഡുണ്ടാക്കി. 2 മീറ്റർ റോഡിലുണ്ടാക്കിയിട്ട് അതിനകത്ത് 1 ഇഞ്ചിൻ്റെ മിറ്റിൽ കാ മീറ്റർ പോലും ഇട്ടിട്ടില്ല. ബാക്കി എല്ലാം 4 ഇഞ്ച് മിറ്റിലിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വെള്ളം ഒഴിക്കാൻ കോൺട്രാക്ട് അവർക്ക് കൊടുത്തിട്ട് പോലും അവർ ചെയ്തിരിക്കുന്ന 2 നേരം മാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ബാക്കി മൊത്തം റോഡ് വിണ്ട് കീറി കിടക്കുകയാണ്. അങ്ങനെ വോട്ട് പിടിക്കാൻ വേണ്ടി ഈ മലയോര നിവാസികളെ അവർ ഉപയോഗിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ദിവസമായി വേനൽ മഴ കനക്കുന്നുണ്ടെങ്കിലും ആറുപങ്ക് മലനിവാസികൾ ആഹ്ലാദിക്കണമെങ്കിൽ കാലവർഷം സജീവമാകണം. എങ്കിൽ മാത്രമേ ഇവിടുത്തുകാരുടെ കിണറുകളിൽ ഉറവക്കണ്ണികൾ പൊട്ടുകയുള്ളൂ. ഇടിയും മിന്നലും ശക്തമായുള്ള ഈ വേനൽ മഴയിൽ ഇവിടുത്തുകാർ ഭയന്ന് വീട്ടിലിരിക്കുന്നില്ല. കാരണം പെയ്യുന്ന മഴയിൽ നിന്നെങ്കിലും കുറേ വെള്ളം കിട്ടാവുന്ന പാത്രങ്ങളിൽ ശേഖരിക്കാമല്ലോ എന്നാണ് ഇവർ കരുതുന്നത്. 10-ാം തീയതി കേരളം മുഴുവൻ തങ്ങളുടെ പൗരാവകാശം വിനിയോഗിക്കുവാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ഈ പൗരാവകാശം വിനിയോഗിക്കുവാൻ പോകാതെ പ്രതിഷേധിക്കുന്ന കുറേ പേരെങ്കിലും കേരളത്തിൽ കാണും. അക്കൂട്ടത്തിൽ റാന്നി, അങ്ങാടി, വളകൊടികാവ്, ആറുപങ്ക് നിവാസികളും കണ്ടേക്കാം.
അത് ജനാധിപത്യ സംവിധാനത്തോടോ പൗരാവകാശ നിഷേധം കൊണ്ടോ ആയിരിക്കില്ല. തങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധികൾ ഇത്തരത്തിൽ പെരുമാറിയാൽ പാവം ജനമെന്ന് പറയുന്നവർ എന്തു ചെയ്യും? സിറ്റി ന്യൂസ്, റാന്നി. കോഴഞ്ചേരി ഈസ്റ്റ് ജനത മിനി ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിന് 11 മുതൽ നടത്താനിരുന്ന കിടങ്ങാലിൽ മത്തായിക്കുട്ടി സ്മാരക വോളിബോൾ ടൂർണമെന്റ് 21 മുതൽ 27 വരെ തീയതികളിലേക്ക് മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. ഒരു ഇടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447 00237 9447 65036. വാർത്തകൾ തുടരുന്നു. ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ കൊണ്ടുവന്ന ആന മിന്നലേറ്റ് ചരിഞ്ഞു. പാലാ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപമാണ് 49 വയസ്സ് പ്രായമുള്ള തിരുവപ്പള്ളിൽ കൃഷ്ണൻകുട്ടി എന്ന കൊമ്പൻ മിന്നലേറ്റ് ചരിഞ്ഞത്. പാലാ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയാണ് മിന്നലേറ്റ് ചെരിഞ്ഞത്. കൂരാലി തിരുവപ്പള്ളിയിൽ ടിംബേഴ്സ് ഉടമ ചിറക്കടവ് തിരുവപ്പള്ളിയിൽ ഹരിദാസിന്റെ ചാപ്പമറ്റം കൃഷ്ണൻകുട്ടി എന്ന ആനയാണ് ചെരിഞ്ഞത്. ഇന്നലെ വൈകുന്നേരം 3:30 ക്ഷേത്രത്തിന് സമീപമുള്ള തെങ്ങിൻതോപ്പിലെ കവുങ്ങിൽ തളച്ചിരുന്ന ആന മിന്നലേറ്റ് വീഴുകയായിരുന്നു. കനത്ത മഴയുണ്ടായിരുന്നു. ആ സമയം പാപ്പാൻ ചിറക്കടവ് ചുക്കനാനിൽ ശശിധരൻ തൊട്ടുചേർന്നുള്ള ഉത്സവ കമ്മിറ്റി ഓഫീസിലായിരുന്നു. പാപ്പാൻ ബഹളം വെച്ചതോടെ ആളുകൾ ഓടിക്കൂടി ഏറെ താമസിയാതെ ആന ചരിയുകയായിരുന്നു. ചങ്ങല വേർപെടുത്തുവാൻ കഴിയാത്തതിനെ തുടർന്ന് കവുങ്ങ് മുറിച്ച് ചങ്ങല ഊരിയെടുക്കുകയായിരുന്നു. ഞായറാഴ്ചയാണ് ആനയെ ഉത്സവത്തിനായി കടപ്പാറ്റൂരിൽ എത്തിച്ചത്. തിങ്കളാഴ്ച പള്ളിവേട്ട എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തു. വൈകിട്ടുള്ള ആറാട്ട എതിരേൽപ്പിൽ പങ്കെടുക്കുവാനായി ആനയെ കുളിപ്പിച്ച് തീറ്റ നൽകി നിർത്തിയിരിക്കുകയായിരുന്നു. നിലവിളക്ക് കൊളുത്തിവെച്ച് മാല ചാർത്തി ചന്ദനം തൊടുവിച്ച് പട്ടുപുതപ്പിച്ച് ആചാരപൂർവ്വമാണ് ആനയ്ക്ക് നാട് വിട നൽകിയത്. എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സാൻഡ്രി ടോം, പ്ലാച്ചേരി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ MP പ്രസാദ്, വെറ്റിനറി ഡോക്ടർ ബിനു ഗോപിനാഥ്, ഡോക്ടർ സാബു, ഡോക്ടർ സജി തുടങ്ങിയവർ സ്ഥലത്തെത്തി. തുടർന്ന് ഇൻക്വസ്റ്റിന് ശേഷം രാത്രി 7 മണിയോടെ ചിറക്കടവിലുള്ള ഉടമയുടെ പുരയിടത്തിലേക്ക് ആനയെ കൊണ്ടുപോവുകയായിരുന്നു. കോന്നി ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ശശീന്ദ്രദേവിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം സംസ്കരിച്ചു. 9.5 അടി ഉയരവും തലയെടുപ്പുമുള്ള നാടൻ ആനയായിരുന്നു കൃഷ്ണൻകുട്ടി. മറ്റ് ആനകളെക്കാൾ വലുപ്പമുള്ള ചെവിയായിരുന്നു ഈ കൊമ്പന്റെ പ്രത്യേകത. കൊമ്പെടുപ്പും നിലം പറ്റുന്ന തുമ്പിക്കൈയും സവിശേഷതകളായിരുന്നു. 4 വർഷം മുമ്പാണ് ഹരിദാസ് ചാപ്പമറ്റം കൃഷ്ണൻകുട്ടിയെ വാങ്ങിയത്. ആന മിന്നലേറ്റ് ചെരിഞ്ഞതിനെ തുടർന്ന് ഉത്സവത്തിന്റെ താന്ത്രിക ചടങ്ങുകൾ മാത്രം നടത്തി ആഘോഷങ്ങൾ ഒഴിവാക്കി ഉത്സവത്തിന് കൊടിയിറങ്ങി. നിര്യാതനായി. റാന്നി ചെട്ടിമുക്ക് തേവർവേലിൽ TK ഉമ്മൻ കുഞ്ഞുമോൻ നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം 10-ാം തീയതി 1 മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് ഗീവർഗീസ് മർത്തനാസ്യൂസ് എപ്പിസ്കോപ്പായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ റാന്നി ചെട്ടിമുക്ക് ക്രിസ്തോസ് മർത്തമ പള്ളിയിൽ നടക്കും. അനീഷ്, നിഷ എന്നിവർ മക്കളും ലിബിൻ മരുമകനുമാണ്. റാന്നി പഴവങ്ങാടി പള്ളിത്തടത്തിൽ PP ഫിലിപ്പ് ബേബി നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. ഭാര്യ തങ്കമ്മ പാണ്ടനാട് മണക്കണ്ടത്തിൽ കുടുംബാംഗമാണ്. റജിമോൻ മകനും ലില്ലി മരുമകളുമാണ്. കൊറ്റനാട് മണ്ണിൽ ജോയിയുടെ ഭാര്യ കുഞ്ഞമ്മ അന്നമ്മ നിര്യായി. 68 വയസ്സായിരുന്നു. സംസ്കാരം 11-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് ഭവന ശുശ്രൂഷകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് മടത്തുംചാൽ CSI പള്ളിയിൽ. പരേത റാന്നി മണക്കാലംപള്ളി കുടുംബാംഗമാണ്. ജോബി, ജോജി, ജോളി എന്നിവർ മക്കളും ആനി, ഷീന, ജോൺസൺ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. റാന്നിയിൽ 155 വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾ. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി MP വീരേന്ദ്രകുമാറിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. തിരുവനന്തപുരത്ത് UDF സ്ഥാനാർത്ഥി ശശി തരൂർ ചട്ടലംഘനം നടത്തിയതായും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ.
RD ഏജന്റ് നിക്ഷേപകരുടെ പണവുമായി മുങ്ങിയെന്ന് ആരോപണം. റാന്നി നെല്ലിക്കമൺ ED പോസ്റ്റ് ഓഫീസിലെ RD ഏജന്റാണ് മുങ്ങിയത്. റാന്നി അങ്ങാടി വളകുടികാവ് ആറുപങ്കുമലയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം. അധികൃതരുടെ അവഗണനയിൽ ശക്തമായ പ്രതിഷേധം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.